അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കർണാടകയിലെ കോഫി പ്ലാന്റേഷനുകളുടെ പ്രധാനപ്പെട്ട സ്ഥലമായ സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കൂർഗിലേക്കുള്ളതാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. ബാംഗ്ലൂരിൽ നിന്ന് മടിക്കേരിയിലേക്ക് ഏകദേശം 280 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 6 മണിയോടുകൂടി യാത്ര പുറപ്പെട്ടു. മൈസൂരിൽ നിന്ന് മടിക്കേരിയിലേക്കുള്ള റോഡിൽ ഒരുപാട് ചെറിയ ഹോട്ടലുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 2 പേർക്ക് കൂടിയുള്ള ഭക്ഷണത്തിന് ആകെ 110 രൂപയായുള്ളൂ. പോകുന്ന വഴിയിലായി ഇതുപോലെ കുക്കുംബർ വിൽക്കുന്ന കുറെ കടകൾ കണ്ടു. ഞങ്ങൾ അവിടെ ബൈക്ക് നിർത്തി. താമസിക്കാനുള്ള റൂം ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ 11 മണിക്കാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഏകദേശം ആ സമയം ആകുമ്പോഴേക്കും റൂമിലെത്തി. മടിക്കേരിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഞങ്ങൾ റൂം ഉണ്ടായിരുന്നത്. 1800 രൂപയായിരുന്നു റൂം റെന്റ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്തൊരു സാധാരണ റൂമായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവർ ബാൽക്കണിയൊക്കെയുള്ള ഒരു കിടിലൻ റൂമായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തു തന്നു. റൂമിൽ നിന്ന് ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അബി ഫോൾസിലേക്കാണ്. മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററോളം ഉണ്ട് അബി ഫോൾസിലേക്ക്. ഇവിടെ ഒരാൾക്ക് എൻട്രി ടിക്കറ്റിന് 10 രൂപയാണ് ചാർജ്. Tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light. അബി ഫോൾസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നേരം 5 മണിയായി. അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് രാജാ സീറ്റിലേക്കാണ്. കൂർഗിലെ രാജാക്കന്മാർ ഇവിടെ നിന്നാണ് സൺസെറ്റ് ആസ്വദിച്ചിരുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂർഗിലെ താഴ്വരകളുടെ ഭംഗിയും കാണാൻ പറ്റും. സൺസെറ്റ് ഒക്കെ കണ്ട് പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. മടിക്കേരി ടൗണിൽ തന്നെ ഒരുപാട് സ്പൈസസും വൈനും കിട്ടുന്ന ഷോപ്പുകളുണ്ട്.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിന്നറിന് പോകാൻ നിന്നപ്പോഴേക്കും മഴ തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ അങ്ങനെ മഴയത്ത് സ്റ്റക്കായി നിന്നു. ഡിന്നർ കഴിക്കാനായി ഞങ്ങൾ വന്നത് കൂർഗ് ക്യൂസിൻ എന്ന ഈ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോകൾ കണ്ടിരുന്നു ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ച് 1-2 കൂർഗി സ്പെഷ്യൽ ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു. പക്ഷേ പേരിൻ്റെ ഹൈപ്പ് ഞങ്ങൾക്ക് രുചിയിൽ അത്ര ഫീൽ ചെയ്തില്ല. എന്തായാലും ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയോടുകൂടി റൂം ചെക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുശാൽ നഗറിലുള്ള ടിബറ്റൻ ടെമ്പിളിൽ പോകണം, പിന്നെ അതുപോലെ ഒരു കോഫി പ്ലാന്റേഷൻ കാണണം എന്നുള്ളതൊക്കെയാണ്. പോകുന്ന വഴിയിലായി ഇതുപോലത്തെ കുറെ ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഫോട്ടോ പോയിന്റ് കുറച്ച് അപ്പുറത്തായി ഒരു കാപ്പിത്തോട്ടം കണ്ടപ്പോൾ അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു ഞങ്ങൾ കുറച്ചു ദൂരം അതിന്റെ ഉള്ളിലൂടെ നടന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ ഒരു കോഫി പ്ലാന്റേഷന്റെ ബോർഡ് ഞങ്ങൾ കണ്ടിരുന്നു. ഇങ്ങോട്ടുള്ള എൻട്രി ഫീസ് ഒരാൾക്ക് 200 രൂപയാണ്. പ്ലാന്റേഷൻ കാണിച്ചു തരാനും അതിനുള്ളിലെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനുമായി കൂടെ ഒരു ഗൈഡും വരും. ಗಿಡಗಳನ್ನ ಜಾಸ್ತಿಗೆ ಪ್ಲಾನ್ ಮಾಡ್ತೀವಿ. ಮರದ ತೊಗಟೆಯಿಂದ 2 ಡಿಫ್ರೆಂಟ್ ವೆರೈಟೀಸ್ ನಮ್ಮಲ್ಲಿ ಸಿಗುತ್ತೆ. ಮೊದಲನೇದು ಮರದ ಮೇಲೆ ಸಿಪ್ಪೆನ ರಿಮೂವ್ ಮಾಡಿ ಅದನ್ನ ಸನ್ಲೈಟ್ ಅಲ್ಲಿ ಹಾಕಿ 30 ಡೇಸ್ ಗಂಟ ಡ್ರೈ ಮಾಡಿದಾಗ ಅದ್ರ ಶೇಪ್ ಬಂದು ಪೂರ್ತಿಯಾಗಿ ಫ್ಲಾಟ್ ಇರುತ್ತೆ. ಅದನ್ನ ಸೆಕೆಂಡ್ ಕ್ವಾಲಿಟಿ ಫ್ಲಾಟ್ ಸಿನಮನ್ ಅಂತೀವಿ. ಅಂಡ್ ಮರದ ಬಾರ್ಕನ್ನ ಒಂದು ಸಲ ರಿಮೂವ್ ಮಾಡಿದಾಗ ಸೊ ಆಟೋಮ್ಯಾಟಿಕ್ ಆಗಿ ರಿಕವರ್ ಆಗಲಿಕ್ಕೆ 24 ಮಂತ್ಸ್ ಅಷ್ಟು ಟೈಮ್ ತಗೊಳ್ಳೋದ್ರಿಂದ ಇದೇ ಮರದ ದೊಡ್ಡ ದೊಡ್ಡ ಲೀಫ್ಗಳನ್ನ ಪಿಕ್ ಮಾಡಿ ಒಂದು ಕಾಟನ್ ಬ್ಯಾಗ್ ಒಳಗೆ ಹಾಕಿ ಡ್ರೈ ಮಾಡಿದಾಗ ಸೊ ಕಾಟನ್ ಬ್ಯಾಗ್ ಬಂದು ಪೂರ್ತಿಯಾಗಿ ಅದರಲ್ಲಿರುವಂಥ ವಾಟರ್ ಕಂಟೆಂಟ್ ಎಲ್ಲ ಪೂರ್ತಿಯಾಗಿ ಅಬ್ಸರ್ವ್ ಮಾಡ್ಕೊಂಡಾಗ ಸೊ ಅದ್ರ ಫ್ಲೇವರ್ ಅಂಡ್ ಟೇಸ್ಟ್ ಬಂದು ಸ್ವಲ್ಪ ನಿಮಗೆ ನೋಡಲಿಕ್ಕೆ ಕ್ಲೋವ್ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಪೆಪ್ಪರ್ ಥರ ಫ್ಲೇವರ್ ಅಂಡ್ ಟೇಸ್ಟ್ ಬಂದರೆ ಆ ಎಲೆಗಳಿಗೆಲ್ಲ ನಾವು ಬೇ ಲೀಫ್ ಅಂದರೆ ಬೆಲಕ್ಕೆ ಅಂದರೆ ಇದ್ರ ಕೆಳಗಡೆ ಪೋರ್ಷನ್ ಈ ಬಡ್ಸ್ ಅಲ್ಲಿ ಒಂದು ಇದರಲ್ಲಿ ಒಂದು ಹೂವಲ್ಲಿ ಬರೀ ಒಂದು ಮಾತ್ರ ಏಲಕ್ಕಿ ನಿಮಗೆ ಸಿಗುವಂಥದ್ದು. ಅಂದರೆ ಏಲಕ್ಕಿ ಯಾಕೆಷ್ಟು ಎಕ್ಸ್ಪೆನ್ಸಿವ್ ಪ್ರೈಸ್ ಅಲ್ಲಿ ನಿಮಗೆ ಸಿಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು ಗಿಡದ ಬುಷಸ್ ಇಂದ ಪರ್ಟಿಕ್ಯುಲರ್ ಸಿಂಗಲ್ ಪ್ಲಾಂಟ್ ಇಂದ ಒಂದು 3-4 ಏಲಕ್ಕಿ ಅಂಡ್ ಇಷ್ಟು ಟೋಟಲ್. ഞങ്ങൾ കൂടെ വന്ന ഈ ഗൈഡ് ആള് BSc ബോട്ടണി ഒരു ഗ്രാജുവേറ്റ് ആണ്. ഈ കാണുന്ന പ്ലാന്റേഷനെ കുറിച്ചെല്ലാം പുള്ളി ഞങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ನೋಡ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಬರೀ 2 ಡಿಫ್ರೆಂಟ್ ವೆರೈಟಿ ಕಾಫಿ ಮಾತ್ರ ಸಿಗುವಂತದ್ದು, ಅಂದ್ರೆ ರೋಬಸ್ಟಾ ಮತ್ತೆ ಅರೇಬಿಕಾ ಅಂತ ಹೇಳಿ ಕರೀತಾರೆ. ಅಂಡ್ ವರ್ಲ್ಡ್ ಲೆಕ್ಕದಲ್ಲಿ ನೋಡ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಇನ್ನೂ 2 ಡಿಫ್ರೆಂಟ್ ವೆರೈಟಿ ಕಾಫಿ ಬರುತ್ತೆ. ಮೂರನೇದು ಬಂದು ಲಿಬರಿಕಾ ಕಾಫಿ ಅಂತ ಹೇಳಿ ಕರಿತೀವಿ. ಅಂದ್ರೆ ಯೂಶುವಲ್ ಆಗಿ ಒಂದು ಹ್ಯೂಮನ್ ಬಾಡಿಗೆ ನಾವು ದಿನಕ್ಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು ನ್ಯಾಚುರಲ್ ಕೆಫೆನ ಕನ್ಸ್ಯೂಮ್ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ 7.75 mg ಕೆಫೆನ್ ಕಂಟೆಂಟ್ ಅಷ್ಟು ಕಾಫಿನ ಕುಡಿಬಹುದು. ಅಂದ್ರೆ ಯೂಶುವಲ್ ಆಗಿ 4 ಕಪ್ ಅಷ್ಟು ಬ್ಲಾಕ್ ಕಾಫಿ ವಿತೌಟ್ ಶುಗರ್ ವಿತೌಟ್ ಮಿಲ್ಕ್ ಅಂಡ್ ಅದೇ ತರ 5 to 6 ಕಪ್ ಅಷ್ಟು ಕಾಫಿ ವಿತ್ ಮಿಲ್ಕ್ ಅಂಡ್ ಶುಗರ್ ಆಡ್ ಮಾಡಿ ಕನ್ಸ್ಯೂಮ್ ಮಾಡಬಹುದು. ಅದಕ್ಕಿಂತ ಜಾಸ್ತಿ ನಾವು ಕಾಫಿನ ಕನ್ಸ್ಯೂಮ್ ಮಾಡೋದ್ರಿಂದ ಮೊದಲನೇದು ಬಂದು ನಿಮಗೆ ಹಾರ್ಟ್ ಪ್ರಾಬ್ಲಮ್ ಆಗುತ್ತೆ ಒಂದು, ಅಂಡ್ ಎರಡನೇದು ಬಂದು ಬ್ಲಡ್ ಪ್ರೆಷರ್ ಹೈ ಆಗುತ್ತೆ, ಅಂಡ್ ಮೂರನೇದು ಬಂದು ನಮ್ಮ ಸ್ಲೀಪಿನೆಸ್ ಟೈಮ್ ಟೇಬಲ್ ಬಂದು ಮೇಲೆ ಕೆಳಗಡೆ ಆಗುತ್ತೆ. ಸೊ ವರ್ಷಕ್ಕೆ ಒಂದ್ಸಲ ಇದರಿಂದ ಕೂಡ 8 kg ಇಂದ ಇಲ್ಲಾಂದ್ರೆ 6 kg ಅಷ್ಟು ಕಾಫಿ ಬೀಜ ಸಿಕ್ಕಾಗ ರೋಸ್ಟ್ ಮಾಡಿದ್ದ ಪೌಡರ್ ಫಾರ್ಮ್ ಮಾಡಿದ ಟೈಮಲ್ಲಿ ಇದ್ರ ಪೌಡರ್ ಬಂದು ಫೈನ್ ಪೌಡರ್ ಮಾಡೋದಿಲ್ಲ, ಗ್ರಾನ್ಯೂಲ್ ಪೌಡರ್ ಮಾಡಿ ಇದರಲ್ಲಿ ಚಿಕೋರಿ ಆಡ್ ಮಾಡೋ ಬದಲಿಗೆ ಅವರು ಪ್ಯೂರ್ ಕಾಫಿನ ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಸೇಲ್ ಮಾಡ್ತಾರೆ. ಅಂದ್ರೆ ರೋಬಸ್ಟಾ ಪ್ಯೂರ್ ಇಲ್ಲಾಂದ್ರೆ 100% ಪ್ಯೂರ್ ಕಾಫಿ ಹೆಸರಲ್ಲಿ ನಿಮಗೆ ರೋಬಸ್ಟಾ ಕಾಫಿ ಬೀನ್ಸ್ ನಿಮಗೆ ಸಿಗುತ್ತೆ. പ്ലാന്റേഷനെ കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയത് അവിടെ തന്നെയുള്ള ഒരു ഫാക്ടറിയിലേക്കാണ്. ഈ ഫാക്ടറിയിൽ വെച്ചാണ് കോഫിയുടെയും ബാക്കിയുള്ള പ്രൊഡക്ട്സിന്റെയും പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. ಆಪರೇಟ್ ಆಗುವಂಥದ್ದು LPG ಸಿಲಿಂಡರ್ ಅಂಡ್ ಎಲೆಕ್ಟ್ರಿಸಿಟಿ ಹೆಲ್ಪ್ ಇಂದ.
ಗ್ಯಾಸ್ ಫ್ಲೇಮ್ ಹೀಟ್ ಮೇಲೆ ಇಲ್ಲಿ ಒಳಗಡೆ ಬಂದೊಂದು ಸಿಲಿಂಡರ್ ರೋಲ್ ಆಗ್ತಾ ಇರುತ್ತೆ, ತಿರುಗ್ತಾ ಇರುತ್ತೆ. ಇದರೊಳಗಡೆ ನಾವು ಕಾಫಿ ಸೀಡ್ಸ್ ಬಂದು ರೋಲ್ ಮಾಡ್ತೀವಿ. ಅಂದ್ರೆ ಲೈಕ್ ನಿಮಗೆ ಇಲ್ಲಿ ಒಳಗಡೆ ಕಾಣ್ತಾ ಇರುತ್ತೆ. ಅಂಡ್ ಫಸ್ಟ್ ನಾವು ಕಾಫಿನ ಪ್ಲಾಂಟಿಂದ ಪಿಕ್ ಮಾಡಿದಾಗ ಕಾಫಿ ಸೀಡ್ಸ್ಗಳು ಅಲ್ಲಿ ರೆಡಿಶ್ ಕಲರ್ ಕಾಣ್ತಿರ್ತವೆ. 100% ಪ್ಯೂರ್ ಕಾಫಿ ಅಂತ ಕರಿತೀವಿ. ಲೈಕ್ ಗೋಲ್ಡ್ ಅಂಡ್ ಕ್ಲಾಸಿಕ್ ತರ ಅರೇಬಿಕಾ ಮತ್ತು ರೋಬಸ್ಟಾ ಬ್ಲೆಂಡ್ ಮಾಡಿ 100% ಪ್ಯೂರ್ ಕಾಫಿನ ನಾವು ಮಾಡ್ತೀವಿ. ಸೊ ಇದು 50% ಬ್ಲೆಂಡರ್ ಅರೇಬಿಕಾ, 50% ರೋಬಸ್ಟಾ ಬ್ಲೆಂಡರ್ ಅರೇಬಿಕಾ. മീഡിയം ഫാക്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് ഇവരിവിടെ കോഫി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ എന്നാണ്. പക്ഷെ ഇവരിവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, കോസ്മെറ്റിക്സ്, ഹണി, വൈൻ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഫാക്ടറിയും പ്ലാന്റേഷനൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടപ്പോൾ ഏകദേശം 3 മണിക്കൂറോളമായി. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ അടുത്ത ഡെസ്റ്റിനേഷനായ കുശാൽ നഗറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ടിബറ്റൻ സെറ്റിൽമെന്റ് ആണ് കുശാൽ നഗറിലുള്ളത്. ചൈന ടിബറ്റിനെ അവരെ ഭാഗമാക്കിയ സമയത്ത് അവിടെ നിന്ന് പലായനം ചെയ്തു വന്നവർക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തതാണ് ഈ സ്ഥലം. 6000 ടിബറ്റൻ സന്യാസിമാരുൾപ്പെടെ ഏകദേശം 18,000 ടിബറ്റൻസ് ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മൊണാസ്ട്രി ഒക്കെ കണ്ടു കഴിഞ്ഞ് അവിടുന്ന് ലഞ്ച് കഴിച്ചപ്പോഴേക്കും സമയം ഏകദേശം 3 മണിയായി. കൂർഗിൽ ഞങ്ങൾ കവർ ചെയ്യാത്ത ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് അടുത്ത വരവിലാവാൻ കവർ ചെയ്യുന്ന കരുതി ഞങ്ങൾ നേരെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു.